കേരളത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പ്രധാനപ്പെട്ട ചടങ്ങാണ് ആനയെഴുന്നള്ളിപ്പ്. ജാതിമത വ്യത്യാസമില്ലാതെയാണ് കേരളത്തിലെ ഉത്സവങ്ങളിൽ ആനകളെ എഴുന്നള്ളിക്കുന്നത്. ആനയിടഞ്ഞുള്ള അപകടങ്ങളും ഉത്സവങ്ങളിലെ നിത്യസംഭവങ്ങളാണ്. എന്നാൽ ഇപ്പോൾ കണ്ണൂരിൽ പൊട്ടിയൊലിക്കുന്ന മുറിവുകളുമായി ആനയുടെ എഴുന്നള്ളിപ്പ് നടത്തിയെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. കണ്ണൂരിൽ തളാപ്പ് സുന്ദരീശ്വര ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന ആനയെഴുന്നള്ളിപ്പ് കേരളത്തിൽ വീണ്ടും ഉത്സവങ്ങളിൽ ആനകളുടെ ഉപയോഗം സംബന്ധിച്ച പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴി തുറക്കുകയാണ്. ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായാണ് ആനയെഴുന്നള്ളിപ്പ് നടന്നത്. മംഗലംകുന്ന് ഗണേശൻ എന്ന അവശനായ ആനയെയാണ് ഉത്സവത്തിനായി എത്തിച്ചത്. പൊട്ടിയൊലിക്കുന്ന മുറിവുകളോടെയായിരുന്നു ആനയുടെ എഴുന്നള്ളിപ്പ്. 3 കിലോമീറ്ററോളം ദൂരമാണ് ആനയെ നടത്തിയത്. പുറത്തുവരുന്ന ദൃശ്യങ്ങളിൽ ആന നടക്കാൻ ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുന്നതും കാണാം. ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആനയെ എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കരുതെന്ന നിയമം ലംഘിച്ചായിരുന്നു ഈ ക്രൂരത. ആനയുടെ കാലുകളിലെ മുറിവുകൾ പഴുത്ത നിലയിലാണ്. എന്നിട്ടും മണിക്കൂറുകളോളം ആനയെ എഴുന്നള്ളിപ്പിനായി നിർത്തിച്ചു. ഇതുകൊണ്ട് നാട്ടുകാർ ചോദ്യം ചെയ്തെങ്കിലും എഴുന്നള്ളിപ്പ് തുടരുകയായിരുന്നു. മുറിവ് മറച്ചുവെക്കാനായി പാപ്പാന്മാർ ശ്രമിച്ചതായും ആരോപണമുയരുന്നുണ്ട്. സംഭവത്തിൽ നടപടി വേണമെന്ന ആവശ്യവും നിലനിൽക്കുന്നു. ഉത്സവങ്ങൾക്ക് ആനയെ എഴുന്നള്ളിക്കുന്നത് ദുരിതവും ഭീകരവുമാണെന്ന് ഹൈക്കോടതി മുൻപ് ചൂണ്ടിക്കാട്ടിയിരുന്നു. കേരളത്തിലെ ഉത്സവ പാരമ്പര്യത്തിന്റെ ഭാഗമായി മാറിയ ആനയെഴുന്നള്ളിപ്പിന് പുതിയ തലത്തിലുള്ള വിലയിരുത്തലുകൾ ആവശ്യമുണ്ടെന്നതാണ് മിണ്ടാപ്രാണികളോട് കാണിക്കുന്ന ഇത്തരം ക്രൂരതകൾ ചൂണ്ടിക്കാട്ടുന്നത്.